Good morning, everyone. Today we can discuss another new modern business practice or business approach, that is Kaizen. In the last class, we discussed total quality management as a new management approach. In this video, we will be discussing in detail the Kaizen management approach. So, what do you mean by Kaizen? So, we will be discussing an introduction to this topic and the ground rules of Kaizen and benefits of Kaizen. Actually, Kaizen is a management approach that is developed in Japan. Kaizen, that's two words, Kei and Zen. Those are Japanese words, and we can see the meaning of those two words and what you mean by Kaizen. So, he is the founder of this particular management approach, Masaki Imai. Masaki Imai is known as the developer of Kaizen. Kaizen is a Japanese word which means continuous improvement. So that's the word meaning of Kaizen. It's a Japanese word and its meaning is continuous improvement. So improvement means it is a never ending process. We need to focus on improvement continuously. We can't relax on terms of improvement. ഒരിക്കലും ഒരു 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 സ്ഥലത്ത് എത്തിയിട്ട് നിർത്തുന്ന ഒരു പരിപാടിയല്ല ഈ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് തുടർച്ചയായിട്ട് തുടരേണ്ട ഒരു പ്രോസസ്സാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് കെയ്സൻ എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ടു വേർഡ്സ് ഇൻ ജപ്പാനീസ് ലാംഗ്വേജ്, കെയ് ആൻഡ് സെൻ. എന്തൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ് നോക്കാം. കെയ് സെൻ, ഈ രണ്ട് ജാപ്പനീസ് വേർഡുകൾ കൂടിയതാണ് കെയ്സൻ. കെയ് മീൻസ് ചേഞ്ച്, സെൻ മീൻസ് ഗുഡ്. അപ്പോൾ കെയ്സൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് ചേഞ്ച്, ഗുഡ് ചേഞ്ച്. സോ ദിസ് കൺസെപ്റ്റ് particularly give importance to what Kaizen is small incremental changes. So Kaizen means some kind of change, that is good change. So Kaizen is small incremental changes made for improving productivity and minimizing waste. അപ്പോൾ കെയ്സൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, കെയ്സൻ വാക്ക് അത് തന്നെയാണ് പറയുന്നത്, എന്താണ്, ഗുഡ് ചേഞ്ച്, നല്ല മാറ്റങ്ങൾ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ നല്ല മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കെയ്സൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇറ്റ്സ് എ ജാപ്പനീസ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മസാക്കി ഇമായി. അപ്പോൾ എന്താണ് കെയ്സൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കെയ്സൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്താണ്, ആ വാക്കുകൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക, ഗുഡ് ചേഞ്ച്. നല്ല മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് കെയ്സൻ. അപ്പോൾ എപ്പോഴും ഈ കെയ്സൻ കൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് മെയ്ഡ് ഫോർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൈസിങ് വേസ്റ്റ്. എപ്പോഴും ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും വേസ്റ്റൊക്കെ മിനിമൈസ് ചെയ്യാനും അങ്ങനെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താനും ചെറിയ ചെറിയ നല്ല മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. വലിയ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ നല്ല മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് കമ്പനിക്ക് നല്ലത് എന്നാണ് കെയ്സൻ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ നല്ല ഒരു ചേഞ്ച് ഓൾ ഓഫ് എ സഡൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ബെറ്റർ ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ നല്ല മാറ്റം പെട്ടെന്ന് കൊണ്ടുവന്നൊരു കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും മികച്ചതായിരിക്കും ചെറിയ ചെറിയ നല്ല മാറ്റങ്ങൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത്. സോ സ്മോൾ ഇൻക്രിമെൻ്റൽ ഗുഡ് ചേഞ്ചസ് വിച്ച് ഈസ് ഗിവൺ കണ്ടിന്യൂസ്ലി, ദാറ്റ് ഈസ് the word meaning of Kaizen. Okay,
ഇപ്പോൾ കേസൺ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വി നീഡ് ടു മേക്ക് സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ്. ദാറ്റ് ചേഞ്ചസ് മീൻസ് സ്മോൾ ഇൻക്രിമെൻ്റൽ ഗുഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഇൻ എ കമ്പനി ഓർ എ ഫേം. ദാറ്റ് യു മീൻ ബൈ കേസൺ. ഇനി കേസണിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനും അങ്ങനെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താനും ഒക്കെയാണ്. കേസൺ ഹെൽപ്സ് യു ടു സീ ദ വേസ്റ്റ്. അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് ഒരു പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിൽ എവിടെയാണ് വേസ്റ്റ് അനാവശ്യമായിട്ട് വരുന്നതെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ തന്നെ എങ്ങനെ പ്രോഫിറ്റാക്കി മാറ്റാം എന്നുള്ളത് കേസൺ നമുക്ക് വഴി കാണിച്ചു തരും. അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ഫോർ ദ ബെറ്റർ. അതാണ് പറയുന്നത്, കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളൊരു ബെറ്റർ പൊസിഷനിൽ എത്തിയെന്ന് കരുതിയിട്ട് അത് ബെറ്റർ ആണെന്ന് കരുതി അവിടെ ഇരിക്കരുത്. വി നീഡ് ടു ഇമ്പ്രൂവ് ഫർദർ, വി നീഡ് ടു മൂവ് ഫർദർ. ദാറ്റ് മീൻസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ഫോർ ബെറ്റർ. ഒരു പൊസിഷനിൽ എത്തിയെന്ന് കരുതിയിട്ട് നമ്മൾ അതുകൊണ്ട് സാറ്റിസ്ഫൈ ആവാതെ അടുത്തതിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ കേസൺ റെഫേഴ്സ് ടു ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ബോത്ത് പ്രോസസ് ആൻഡ് പീപ്പിൾ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായിട്ടും തൊഴിലാളികൾ, വർക്കേഴ്സ് വർക്ക് ചെയ്യണമല്ലോ അല്ലേ? അതേപോലെ തന്നെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകേണ്ട ഒരു പ്രോസസ്സ് ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സും പീപ്പിളും ഇത് രണ്ടും കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴിയായിട്ട് ഫൈനൽ പ്രൊഡക്റ്റും കണ്ടിന്യൂസ്ലി എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ഫാക്ട് കേസൺ ഫിലോസഫി എയിംസ് അറ്റ് ഇംപ്രൂവിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓൾ ദ ടൈം. ഈ ഓൾ ദ ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കേസൺ ഫിലോസഫി എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഇമ്പ്രൂവ് ചെയ്യണം. ഒറ്റ സമയത്തിന് മാത്രമാണോ? എല്ലായ്പ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് കേസൺ പറയുന്നത്. ഗുഡ് ഈസ് നെവർ ഗുഡ് ഇനഫ്. ഒരിക്കൽ ഗുഡായെന്ന് കരുതിയിട്ട് അത് എന്നും ഗുഡായിക്കോണമെന്നില്ല. നമ്മൾ പിന്നെ മുന്നോട്ട് പോയേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് കേസൺ ഈസ് എ നെവർ എൻഡിങ് ജേർണി ടു എക്സലൻസ്. സോ ക്വാളിറ്റി, നമ്മൾ ഇന്നലെ പറഞ്ഞു ഡിഗ്രി ഓഫ് എക്സലൻസ് ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വാളിറ്റിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതല്ല. വി നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. ഇംപ്രൂവ്മെൻറ്റ് ഷുഡ് ബി ഇൻ എ കണ്ടിന്യൂസ് ബേസിസ്. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്. സോ വി നീഡ് ടു മൂവ് ഓൺ. ഇതാണ് കേസൺ പൊതുവേ പറയുന്നത്. അപ്പോൾ ആ വേർഡ് മീനിങ് എന്താണെന്നും ആ കേസൻ്റെ കൺസെപ്റ്റ് എന്തായെന്നും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് പ്രധാനമായിട്ടും കേസൻ്റെ ഒരു 3 ഗോൾഡൻ റൂൾസാണ്, 3 ഗ്രൗണ്ട് റൂൾസ്. കേസൺ എന്നുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് 3 ഗ്രൗണ്ട് റൂളുകളാണ്. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും പ്രൊഡക്ടിവിറ്റി കൂട്ടുക, വേസ്റ്റ് എലിമിനേഷൻ, ഇതാണ് കേസൺ ഫോക്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സ്മോൾ ചേഞ്ചസ്, സ്മോൾ ഗുഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഡൺ, അതാണ് കേസൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് 3 പോയിൻറ്റ്സാണ് കേസണിൽ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ബെറ്റർ ഹൗസ് കീപ്പിംഗ്, വേസ്റ്റ് എലിമിനേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ. ഈ 3 പോയിൻറ്റ്സാണ് കേസണിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഹൗസ് കീപ്പിംഗ്, വേസ്റ്റ് എലിമിനേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് കേസണുമായി ബന്ധപ്പെട്ടതാണ്. ഒരു 5S നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഹൗസ് കീപ്പിംഗ് 5S is a method for organizing a workplace, especially a shared workplace, and keeping it organized. നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ്, ഇപ്പോൾ ഒരു ഫാക്ടറി ആണെങ്കിൽ തന്നെ ഫാക്ടറി, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ ഹൗസ്, നമ്മളൊരു ക്ലാസ് റൂം, നിങ്ങൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമാണെങ്കിൽ ആ ക്ലാസ് റൂം, എല്ലാവരും കൂടി കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹൗസ് കീപ്പിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So a common place which is shared by, a common workplace which is shared by everyone, the way to organize things, അതാണ് ഈ ഹൗസ് കീപ്പിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To take the concept of Kaizen performance to its ultimate level of simplicity, it offered the following 5S steps. സോ ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്ക് പ്ലേസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 5S ആണ്. സോർട്ടിംഗ്, സിംപ്ലിഫയിങ്, സ്വീപ്പിംഗ്, സ്റ്റാൻഡേർഡൈസിങ്, സസ്റ്റെയിനിങ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ളതൊക്കെ സോർട്ട് ചെയ്തെടുക്കുക, ബാക്കി അനാവശ്യമായിട്ടുള്ളത് മാറ്റുക. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. കീപ്പിംഗ് ഓൺലി എസെൻഷ്യൽ ഐറ്റംസ്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക, അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന്. അപ്പോൾ സോർട്ട് ചെയ്യുന്നത് വഴിയായിട്ട് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് മനസ്സിലായെന്ന് വരുന്നു. അനാവശ്യ സാധനങ്ങൾ മാറ്റുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. സിംപ്ലിഫയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എലിമിനേറ്റ്സ് എക്സ്ട്രാ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആയിക്കൊള്ളട്ടെ,
ലേബറിൻ്റെ ആയിക്കൊള്ളട്ടെ അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കുറയ്ക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോളേജിലെ ഓഫീസിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലേ കൂടെ വേണമെങ്കിൽ കയറാം, മെയിൻ എൻട്രൻസിലൂടെ വന്ന് വേണമെങ്കിൽ കയറാം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് 2 വഴികളുണ്ട്. ഇതിലെളുപ്പം കൊമേഴ്സിൻ്റെ അതിലേ കൂടെ വന്ന് പെട്ടെന്ന് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ മൂവ്മെൻറ്റ്സ് കൊണ്ട് നമ്മൾ കാര്യം സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലിഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്, നമ്മളുടെ മൊത്തത്തിലൊരു പ്രൊഡക്ഷനെ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് ലേബറിനും അതേപോലെ പ്രൊഡക്റ്റിനും ഏറ്റവും കുറച്ച് മൂവ്മെൻറ്റ്സ് വരുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പ്രൊഡക്റ്റിനൊക്കെ കൂടുതൽ മൂവ്മെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടും. അതേപോലെ ലേബറിന് ഒരുപാട് മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർ മടുക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയാനും സാധ്യതയുണ്ട്. സോ അനാവശ്യമായിട്ടുള്ള അൺനെസസറി മൂവ്മെൻറ്റ്സ് ഷുഡ് ബി എലിമിനേറ്റഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്ട്സ് ആസ് വെൽ ആസ് ലേബർ. അതാണ് സിംപ്ലിഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വീപ്പിംഗ് നമുക്കറിയാം, വൃത്തിയാക്കുക, കീപ് ദ വർക്ക് പ്ലേസ് ക്ലീൻ. സ്റ്റാൻഡർഡൈസിംഗ് എന്ന് പറഞ്ഞാലോ സ്റ്റാൻഡർഡൈസ്ഡ് വർക്ക് പ്രാക്ടീസസ്. ഓരോ സ്വീപ്പർ തൊട്ട് CEO വരെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മളൊരു പർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡിൻ്റെ അത്രയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ആയിട്ട് നിൽക്കണം അവർ ചെയ്യേണ്ട വർക്ക് ക്വാളിറ്റി. സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കീപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആവശ്യമുള്ള സമയത്ത് അതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സസ്റ്റെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 5S ഈസ് കണക്റ്റഡ് വിത്ത് ഹൗസ് കീപ്പിംഗ്, സോർട്ടിംഗ്, സിംപ്ലിഫൈയിങ്, സ്വീപ്പിംഗ്, സ്റ്റാൻഡർഡൈസിങ് ആൻഡ് സസ്റ്റെയിനിങ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന വേസ്റ്റ് എലിമിനേഷനാണ്. ഈ വേസ്റ്റ് എലിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളൊരു 3 പുതിയ ടേംസ് കാണാൻ പോവുകയാണ്. ഇതിൽ ടൈപ്സ് ഓഫ് വേസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇത് 3 ജാപ്പനീസ് വേർഡ്സാണ്. മുറ, മുറി, മുഡ. ടേംസ് ഒന്നുകൂടി ഞാൻ പറയാം. മുറ, മുറി, മുഡ. ഈ മുഡ എന്ന് പറയുന്നതാണ് എന്ത്? ഈ ടൈപ്പ് ഓഫ് വേസ്റ്റിൽ പ്രധാനമായിട്ടും വേസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് കണ്ടെത്തുക, അതിനെ ഇല്ലാതാക്കുക. ഇതാണ് കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ ഒന്നാമത്തെ കാര്യം. നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതേപോലെ വേസ്റ്റ് എലിമിനേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് മുറ, മുറി, മുഡ എന്നുള്ളത് നമുക്ക് നോക്കാം. മുറ, ആദ്യം നമുക്ക് മുഡ നോക്കാം. നോൺ വാല്യൂ ആഡിങ് വർക്ക്. നോൺ വാല്യൂ ആഡിങ് വർക്ക് can be avoided by Muda identifying and eliminating no value adding and unnecessary activity. ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യാത്ത രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും വേണം എന്ന് പറയുന്നതാണ് ഈ മുഡ. മുഡ എന്ന് പറയുന്നത് എന്താണ്? ദോസ് ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് ആഡ് വാല്യൂ ടു ദി പ്രൊഡക്റ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് എലിമിനേറ്റഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാത്ത എല്ലാ ആക്ടിവിറ്റീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുകയും വേണം. ബേസിക്കലി ദർ ആർ 7 ടൈപ്പ് ഓഫ് സച്ച് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് വാല്യൂ ടു ദി പ്രോഡക്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള 7 ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും മുഡ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു പ്രൊഡക്ഷനിൽ ഈ മുഡ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ 7 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ എലിമിനേറ്റ് ചെയ്യുകയും വേണം. പിന്നെ മുറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ താമസിക്കുന്ന മുറിയല്ല, ഓവർ ബേർഡൻ. ദാറ്റ് മീൻസ് ഒരു മിഷനറി ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന താങ്ങാൻ പറ്റുന്ന ഒരു ജോലിഭാരം ഉണ്ടാവും. വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിക്കൊരു ഒരു പരിധി ഉണ്ടാവും. അതേപോലെ ഒരു മിഷനാണെങ്കിലും ഇത്ര സമയം ഇത്ര നേരം നമുക്ക് പ്രവർത്തിക്കാനുള്ള ഇതേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് ടൈം കൊടുത്തിട്ട് വേണം പിന്നെയും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മെഷീനെ ആയിക്കൊള്ളട്ടെ, ഒരു ലേബറിനായിക്കൊള്ളട്ടെ, അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ വർക്ക് കൊടുക്കുക, അതാണ് ഓവർ ബേർഡൻ അല്ലെങ്കിൽ മുറി എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എലിമിനേറ്റ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ. മുറ എന്ന് പറയുന്നത് എന്താണ്? അൺഈവൻനെസ് ആണ്. ഈവൻ ആയിട്ടുള്ളതല്ല, എല്ലാം ഒരേപോലെ അല്ല, അൺഈവൻ ആണ് എന്ന് പറയുന്നത്, കയറി ഇറങ്ങിയാണെന്നുള്ളത്. അത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ദിസ് മുറ, ഈ കയറി ഇറങ്ങിയുള്ള പരിപാടി ക്യാൻ ബി എലിമിനേറ്റഡ് ത്രൂ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം, ഒരു പ്രൊഡക്ഷൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവരിക. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് റോ മെറ്റീരിയൽസ് ഒരു 10 സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1000 സോപ്പ് ഉണ്ടാക്കേണ്ട അത്രയും റോ മെറ്റീരിയൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. അവിടെ സംഗതി അൺഈവൻ ആകുന്നു. 10 സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി 10 സോപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ മാത്രം മതി. ഓക്കെ, അതാണ് അൺഈവനെസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ എലിമിനേറ്റ് ചെയ്യണം. സോ കേസണിൽ പ്രധാനമായിട്ടും മുറ ഇതിൽ മുട എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ സഹായിക്കാത്ത രീതിയിലുള്ള 7 ടൈപ്പ് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുകയും വേണമെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 7 ടൈപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ഓവർ പ്രൊഡക്ഷൻ. ഡിമാൻഡ് ചെയ്യാൻ നമ്മുടെ ഒരു മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചായിരിക്കുമല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിൽ 10 പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുള്ളെങ്കിൽ നമ്മൾ 100 പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെറുതെ കെട്ടിക്കിടക്കുകയുള്ളൂ. അപ്പോൾ ആ 10 പോയിട്ട് ബാക്കി 90 എണ്ണം അനാവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. അനാവശ്യമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്, മുടയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കേണ്ടതാണ്. സോ ഓവർ പ്രൊഡക്ഷൻ. വെയിറ്റിംഗ്, ഇൻട്രപ്ഷൻ ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യണം. അതല്ലാതെ ഒരുപാട് സമയം ഒരു ലേബറിനായിക്കൊള്ളട്ടെ ഒരു മെഷീനായിക്കൊള്ളട്ടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. വെയിറ്റിംഗ് എന്നുള്ളത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒരുപാട് പ്രൊഡക്ടിവിറ്റി ടൈം നഷ്ടമാകും. അത് വെയിറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. ട്രാൻസ്പോർട്ടേഷൻ, മിനിമം ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി ഒറ്റ ട്രാൻസ്പോർട്ടേഷന് തന്നെ കൂടുതൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതിയിലും നമ്മൾ പ്ലാൻ ചെയ്യണം. പ്രോസസ്സ്, ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് ദർ ഈസ് എനി ആക്ടിവിറ്റി വിച്ച് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ ദി പ്രോഡക്റ്റ് ഇൻ ദ പ്രോസസ്സ്, അത്തരത്തിലുള്ള സംഗതികൾ ഒഴിവാക്കണം. ഇൻവെൻട്രി, നമ്മൾ ഏറ്റവും കുറച്ച് ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇൻ ടൈം, ആവശ്യത്തിനുള്ളപ്പോൾ മാത്രം ഇൻവെൻട്രി റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക. ഒരുപാട് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വെച്ച് അത് നശിച്ചു പോകുന്ന രീതിയിലേക്ക് പോകരുത്. ഇൻവെൻട്രി കുറയ്ക്കുക. ഓപ്പറേറ്റർ മൂവ്മെൻറ്റ്സ്, അത് നമ്മൾ പറഞ്ഞു. മുറി അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിലെന്താ പറയുന്നത്? മാക്സിമം നമ്മളുടെ മൂവ്മെൻറ്റ്സ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, കാരണം പ്രൊഡക്റ്റിൻ്റെയും ലേബറിൻ്റെയും മൂവ്മെൻറ്റ്സ് പരമാവധി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ഡിഫക്റ്റ്, മാക്സിമം നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിഫക്റ്റ് ഫ്രീ ആക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാ മേഖലയിലും ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് ഡിഫക്റ്റ് ഫ്രീ ആക്കുക. സോ ദീസ് ആർ ദ മേജർ 7 ടൈപ്സ് ഓഫ് വേസ്റ്റ് ഓർ മുട. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇവയെ എലിമിനേറ്റ് ചെയ്യുകയും വേണം. ഇനി നമ്മൾ പറയുന്നത്, നമ്മളിപ്പം 3 പ്രധാനപ്പെട്ട സംഗതികളാണ് കേസിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് ഹൗസ് കീപ്പിംഗ്, വേസ്റ്റ് എലിമിനേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ. മൂന്നാമത്തെ സ്റ്റാൻഡേർഡൈസേഷനാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ആർ ജസ്റ്റ് കീപ്പിംഗ് സം സ്റ്റാൻഡേർഡ്സ് ഓർ ബെഞ്ച് മാർക്ക്. ക്വാളിറ്റിയുടെ കേസിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണ്, ഒരു ബെഞ്ച് മാർക്ക് വെക്കുകയാണ്. സ്റ്റാൻഡേർഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ബെസ്റ്റ് വേ ടു ഡു ദ ജോബ്. The products or services are created as a result of series of process. Certain standard must be maintained at each process in order to assure quality. ഓരോ സ്റ്റേജിലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റാൻഡേർഡ് വെക്കുന്നു. ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്ക് ലെവലിലെങ്കിലും നമുക്ക് ക്വാളിറ്റി വേണം. അതോ അതിൽ കൂടുതലോ വേണം. അതിൽ താഴെ പോയാൽ ബിലോ സ്റ്റാൻഡേർഡ് ആകുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓൾസോ ക്യാൻ പ്രിവെൻറ്റ് റിക്കറൻസ് ഓഫ് ദി സെയിം പ്രോബ്ലം. നമ്മളൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഓരോ ലെവലിലും ഓരോ ആക്ടിവിറ്റിയിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് പ്രോബ്ലം പിന്നീട് ഉണ്ടായെന്നും വരില്ല. സോ കേസണിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് പറഞ്ഞു, വേസ്റ്റ് എലിമിനേഷൻ പറഞ്ഞു, സ്റ്റാൻഡേർഡൈസേഷൻ പറഞ്ഞു. ഇനി എന്താണ് ബെനിഫിറ്റ്സ് കേസിൻ്റെ? കേസൺ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഓർത്താൻ മനസ്സിലാവും. സ്മോൾ ഇൻക്രിമെൻ്റൽ ഗുഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ഇൻ എ കമ്പനി. അതാണ് കേസൺ. സ്മോൾ ഇൻക്രിമെൻ്റൽ ഗുഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ഇൻ ദ കമ്പനി. അങ്ങനെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേസൺ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ എല്ലാ മേഖലകളിലും വരും. അപ്പോൾ അത് എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്നു. എൻറിച്ചസ് ദ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എവറി പേഴ്സൺ. എംപ്ലോയീസൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നു. അതുവഴിയായിട്ട് ഓരോ എംപ്ലോയിയും അവരുടെ ബെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്ത് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദ കമ്പനി.
കമ്പനിക്കും അതേപോലെ തന്നെ അതിലെ തൊഴിലാളികൾക്കും ഒരു വളർച്ച ഉണ്ടാകുന്നു. ഇംപ്രൂവ്സ് ക്വാളിറ്റി, സേഫ്റ്റി, കോസ്റ്റ് സ്ട്രക്ചേഴ്സ്, ഡെലിവറി എൻവയോൺമെൻറ്റ്, ത്രൂപുട്ട് ആൻഡ് കസ്റ്റമർ സർവീസ് സാറ്റിസ്ഫാക്ഷൻ. എല്ലാ മേഖലയിലും ക്വാളിറ്റി ആയിക്കോട്ടെ, സേഫ്റ്റി ആയിക്കോട്ടെ, സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നു. ആൻഡ് കേസൻ പ്രൊവൈഡ്സ് ഗൈഡൻസ് ഫ്രം എംപ്ലോയീസ് ആൻഡ് സെർവ്സ് ആസ് എ ബാരോമീറ്റർ ഫോർ ലീഡർഷിപ്പ്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് കൃത്യമായിട്ട് എംപ്ലോയീസിൻ്റെ ഒക്കെ ഗൈഡൻസ് കൊടുക്കാനും അതേപോലെ ഒരു ലീഡർഷിപ്പിൻ്റെ തന്നെ ഒരു ബാരോമീറ്റർ, ഒരു അളവുകോലായിട്ട് കേസൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്താണ് കേസൻ എന്നും അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നും 3 ഗോൾഡൻ റൂൾസും പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് കേസനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, so thank you.